അല്ലാഹു അക്ബർ 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 കബീറ അൽഹംദുലില്ലാഹി കസീറ ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമുക്ക് ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ടായതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയിൽ അസൗകര്യം ഉണ്ട്, നമുക്ക് സൗകര്യക്കുറവുണ്ട്. ഇത്രയും ആളുകളെ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ പരിമിതികൾ ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈദ് ദിനത്തിൽ മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ബലിപെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹായുടെ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിക സമൂഹത്തിൽ സർവാംഗീകൃതമായ രണ്ട് ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹായും. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും വിധേയരായി ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ നിർവഹിക്കുവാൻ, ബലിപെരുന്നാൾ ആഘോഷത്തിൽ പങ്കാളികളാവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ചരിത്ര പുരുഷനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അഥവാ അബ്രഹാം പ്രവാചകന്റെ ത്യാഗസ്മരണയിലാണ് ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. സന്താനങ്ങളില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹുവോട് ശിരസ് നമിച്ചു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വാർദ്ധക്യ ഘട്ടത്തിൽ അല്ലാഹു സന്താനത്തെ നൽകുന്നു. ആ സന്താനത്തിന്റെ പേരാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കൂടെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഇസ്മായിലിനെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കണമെന്നോ ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് ദിവ്യബോധനം അഥവാ വെളിപാടുണ്ടാകുന്നു. ദൈവകൽപ്പനയെ ശിരസാ വഹിക്കുന്നതിന്റെ ഭാഗമായി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമയെ ബലി നൽകാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ ഇസ്മായിലിനെയോ ഏതെങ്കിലും മനുഷ്യക്കുരുന്നിനെയോ ബലി നൽകുക എന്നതായിരുന്നില്ല ദൈവകൽപ്പനയുടെ താല്പര്യം. മറിച്ച് ഇബ്രാഹിമിന് അല്ലാഹുവിനോടാണോ, അല്ലാഹു നൽകിയ സന്താനമാകുന്ന ഈ അനുഗ്രഹത്തോടാണോ ഏറ്റവും വലിയ സ്നേഹമെന്ന്
പരീക്ഷിക്കുക മാത്രമായിരുന്നു അല്ലാഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പരീക്ഷണത്തിൽ പൂർണ്ണമായും വിജയിച്ചതിന്റെ സന്തോഷ പ്രകടനമാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 37-ാം അധ്യായമായ സൂറത്തു സ്വാഫാത്ത് ബലിപെരുന്നാളിന്റെ ചരിത്രം പറയുന്നതാണ്. അല്ലാഹു പറയാൻ ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ. ഫലമ്മാ അസ്ലമാ, അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ, ഇബ്രാഹിമും ഇസ്മായിലും സമർപ്പിതരായപ്പോ, വതല്ലഹു ലിൽജബീൻ, ഇസ്മായിലിനെ നെറ്റിന്മേൽ ചരിച്ചു കിടത്തുകയും ചെയ്തപ്പോ, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അല്ലാഹു പറയാണ് നമ്മുടെ വിളിയാളമുണ്ടായി, ഓ ഇബ്രാഹിം അരുത്, ചെയ്തേക്കരുത്, ചെയ്തേക്കരുത്. ഇങ്ങനെ ഈ കുരുന്നിനെ കുരുതി കൊടുക്കാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഈ കൽപ്പന എന്ന് പറയുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു. നിശ്ചയം താങ്കൾ താങ്കളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇപ്രകാരമാണ് അപ്രകാരമാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് നാം പ്രതിഫലം നൽകുക. നിശ്ചയം ഇത് കൃത്യമായ വ്യക്തമായ പരീക്ഷണമാണ്. അതിനാൽ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് പറയാണ്, പകരമിതാ താങ്കൾക്കൊരു ഉരുവിനെ നൽകിയിരിക്കുന്നു, ഒരാടിനെ നൽകിയിരിക്കുന്നു. ഈ ആടിനെയാണ് താങ്കൾ ബലിയിറക്കേണ്ടത്. അല്ലാഹു പകരം നൽകിയ ആടിനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ബലി നൽകിയത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ത്യാഗസ്മരണയിൽ ബലിപെരുന്നാൾ ദിനത്തിൽ, അതല്ലെങ്കിൽ തൊട്ട് പിറകെ വരുന്ന അയ്യാമുത്ത ശരീഅത്തിന്റെ ദിനങ്ങളിൽ ബലിയർത്താഹരിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യാനാണ് അല്ലാഹു വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ബലികർമ്മമാണ് ഈദ് ദിനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. താങ്കൾ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്നാണ് അല്ലാഹു പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അമില ഇബ്നു ആദം യൗമൻ നഹ്രി അഹബ്ബു ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ്ദം. ബലികർമ്മത്തെക്കാൾ ബലിദിനത്തിൽ ശ്രേഷ്ഠമായ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടകരമായ മറ്റൊരു പുണ്യകർമ്മവുമില്ല. നമസ്കാരത്തോടൊപ്പം തന്നെ ഈദ് ആരാധനയോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ആരാധനയാണ് ബലി എന്ന് പറയുന്ന സഹോദരങ്ങളെ. എന്താണ് ബലി പ്രതീകവൽക്കരിക്കുന്നത്? അല്ലാഹുവോടുള്ള സ്നേഹം, അല്ലാഹുവോടുള്ള എല്ലാറ്റിനുപരിയായ അല്ലാഹുവോടുള്ള പരമമായ സ്നേഹത്തെയാണ് ബലികർമ്മം അടയാളപ്പെടുത്തുന്നത്. വല്ലദീന ആമനു വശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനോട് പരമമായ സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ്. എന്നാൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതോടൊപ്പം മനുഷ്യരിലേക്ക് അടുക്കാനും മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അല്ലാഹുവെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലെ പരസ്പര സ്നേഹവും പരസ്പര ബന്ധവും ശക്തിപ്പെടുത്തുക എന്നതാണ്. മനുഷ്യർക്കിടയിലുള്ള സൗഹൃദവും ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ബലിപെരുന്നാളിന്റെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത്. അല്ലാഹുവെ കൂടുതൽ സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലെ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുക എന്നതാണ്. മനുഷ്യർക്കിടയിലുള്ള സൗഹൃദവും ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ബലിപെരുന്നാളിന്റെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാവുന്നില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹത്തെ കുറിച്ച് മാത്രമല്ല ബലിപെരുന്നാൾ അടക്കമുള്ള ആഘോഷങ്ങൾ സംസാരിക്കുന്നത്. നാനാവിഭാഗം മനുഷ്യർക്കുമിടയിലുള്ള സൗഹൃദവും ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കാൻ പെരുന്നാൾ ദിനങ്ങളെ നാം നന്നായി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മതജാതി വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ സംഘടനാ സമുദായ ഭേദങ്ങളില്ലാതെ മുഴുവൻ മനുഷ്യർക്കുമിടയിലുള്ള പരസ്പര സ്നേഹം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബലിപെരുന്നാൾ അടക്കമുള്ള നമ്മുടെ എല്ലാ ആഘോഷങ്ങളും. സഹോദരങ്ങളെ, ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏത് വശത്തിൽ നിന്നുണ്ടായാലും അതിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള സൗഹൃദങ്ങൾ രാജ്യനിവാസികൾക്കിടയിൽ, പൗരന്മാർക്കിടയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. 1947 ആഗസ്റ്റ് 15 രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ പൻപുലരിയിലേക്ക് കണ്ടുടർന്ന രാത്രി, സ്വാതന്ത്ര്യത്തിന്റെ പുലരി, സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടടുത്ത് വരുന്ന പുലരി. സഹോദരങ്ങളെ, അതിന്റെ തലേ ദിവസം ആ രാത്രിയിൽ മഹാത്മാഗാന്ധി ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടത്താൻ, ആ സന്തോഷങ്ങളിൽ പങ്കാളിയാവാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.
അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു പിടിച്ച വാളുമായി പരസ്പരം ഏറ്റുമുട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയ വർഗീയ ഭ്രാന്തന്മാരെ കൊണ്ട് ആയുധങ്ങൾ താഴെ വെപ്പിക്കാനും അവർക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്ന ആ ചരിത്ര പുരുഷൻ. ജനങ്ങൾക്കിടയിൽ സമാധാന പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടതാണ്. ഗാന്ധിജി കൽക്കത്തയിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ബംഗാൾ നേതാവായിരുന്ന സയ്യിദ് സുഹ്റവർദി അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. കൽക്കത്തയിലെ ഭ്രാന്ത് പിടിച്ച ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ താങ്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നും അതിനാൽ താങ്കൾ അല്പ ദിവസം കൽക്കത്തയിൽ താമസിക്കണമെന്നും സുഹ്റവർദി ഗാന്ധിജിയോട് അഭ്യർത്ഥിച്ചുവെന്ന്. ഗാന്ധിജി പറഞ്ഞു, എത്ര ദിവസവും കൽക്കത്തയിൽ താമസിക്കാൻ ഞാൻ ഒരുക്കമാണ്, പക്ഷേ എനിക്ക് ഒരേ ഒരു വ്യവസ്ഥയുണ്ട്, അതായത് താങ്കൾ കൂടി എന്റെ കൂടെ താമസിക്കണം. സഹോദരങ്ങളെ, ആ വ്യവസ്ഥ കേട്ടയുടനെ സുഹ്റവർദി അത് സമ്മതിച്ചു എന്നുള്ളതാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ താമസിച്ചു തുടങ്ങി. പകൽവേളകളിൽ ഇരുവരും ഒരുമിച്ച് കൽക്കത്തയുടെ തെരുവീതികളിൽ ഇറങ്ങി സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ സംഭവങ്ങളെല്ലാം എല്ലാവരും കൗതുകപൂർവ്വം നോക്കിക്കണ്ടു. ജനജീവിതം സാധാരണ നിലയിലാവാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. അധിക സമയമില്ലാതെ തന്നെ ജനജീവിതം സാധാരണ നിലയിലായി. ഗാന്ധിജിയുടെയും സുഹ്റവർദിയുടെയും സമാധാന പ്രവർത്തനങ്ങളിലൂടെ വർഗീയ ഭ്രാന്തന്മാർ അവരുടെ ആയുധങ്ങൾ ഉറയിലിട്ടുകൊണ്ട് പിൻവാങ്ങാൻ തുടങ്ങി. ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അന്നത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു ഗാന്ധിജിക്ക് ഒരു കത്തെഴുതി. എന്തായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം? അദ്ദേഹം പറയാണ്, 50,000 ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൊണ്ട് പഞ്ചാബിൽ സാധ്യമാകാത്തതാണ് ഗാന്ധിജി. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം കൽക്കത്തയിൽ സാധിച്ചിരിക്കുന്നത്. താങ്കൾക്ക് 1000 അഭിനന്ദനങ്ങൾ. അപ്പോഴും ഗാന്ധിജി മൗണ്ട് ബാറ്റൻ പ്രഭുവിന് മറുപടി കത്തയച്ചു. ആ കത്തിപ്രകാരമായിരുന്നു, കൽക്കത്തയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്നെ പോലെ എന്റെ സുഹൃത്ത് സുഹ്റവർദിയും കഠിന ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സേവനം കൂടി പ്രശംസിക്കപ്പെടാത്തിടത്തോളം കാലം താങ്കളുടെ അഭിനന്ദന വാക്കുകൾ എനിക്ക് സ്വീകാര്യമല്ല എന്നായിരുന്നു ഗാന്ധിജി പ്രഖ്യാപിച്ച. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗാന്ധിജിക്കും സയ്യിദ് സുഹ്റവർദിക്കും ഇടയിലുണ്ടായിരുന്ന സഹോദര്യ ബന്ധം, ഗാന്ധിജിക്കും സയ്യിദ് സുഹ്റവർദിക്കും ഇടയിലുണ്ടായിരുന്ന ആ സഹോദര്യ ബന്ധം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും അബുൽ കലാം ആസാദിനും ഇടയിലുണ്ടായിരുന്ന ഊഷ്മളമായ ആ സാഹോദര്യം, അതുപോലെ തന്നെ ഗാന്ധിജിക്കും അലി സഹോദരന്മാർക്കും ഇടയിലുണ്ടായിരുന്ന ആത്മബന്ധം. സഹോദരങ്ങളെ, അത്തരം ആത്മബന്ധങ്ങളെ, ചേർന്ന് നിൽക്കലുകളെ ഇക്കാലത്തും വളർത്താനും ശക്തിപ്പെടുത്താനുമുള്ള അസുലഭ മുഹൂർത്തമാണ് ഈദടക്കമുള്ള ആഘോഷവേളകൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരന്റെ ഭിന്നിപ്പിച്ചു ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രത്തെ പരാജയപ്പെടുത്താൻ ആ സാഹോദര്യത്തിലൂടെ നമ്മുടെ മുൻഗാമികൾക്ക് സാധ്യമായെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യത്തോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് പോവാനും ജാതിയുടെയും മതത്തിന്റെയും അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ രാജ്യനിവാസികളെ ഭിന്നിപ്പിക്കാനുള്ള അഭിലവ ശ്രമങ്ങളെ കൂട്ടായി പരാജയപ്പെടുത്താനും എന്നും നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. മദ്ഹബ് നഹീം സിഖാത്ത ആപ്പസ് മേ ഭൈർ രഖ്ന. ഒരു മതവും പഠിപ്പിക്കുന്നില്ല, ഇന്നാട്ടിലെ ലോകത്തിൽ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. എന്തിനു പഠിപ്പിക്കുന്നില്ല? പരസ്പര വൈരം കൈകൊള്ളാൻ, പരസ്പരം ശത്രുതയിൽ മുന്നോട്ട് പോവാൻ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിരുകളില്ലാത്ത ആത്മീയതയുടെ വാഹകരായിട്ട് നമ്മൾ മാറുന്നതോടൊപ്പം അതിരുകളില്ലാത്ത മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും പ്രബോധകരും പ്രചാരകരുമായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. വിശ്വാസത്തെ അതിന്റെ പൂർണ്ണതയിൽ തന്നെ നിലനിർത്തുന്നതോടൊപ്പം അതിരുകളില്ലാത്ത സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും പ്രബോധകരും പ്രചാരകരുമായിട്ട് മാറാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. അതിനുള്ള ഊർജമാണ് ഈ ഈദ് ദിനത്തിൽ നമ്മൾ സമ്പാദിക്കേണ്ടത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയാൻ, വൈദിറഖു ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുന്ന സന്ദർഭം ഇബ്രാഹിം അലൈഹിസ്സലാമിയും ഇസ്മായിൽ അലൈഹിസ്സലാമിയും ചേർന്നുകൊണ്ട് കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുന്ന സന്ദർഭം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം സ്വന്തമായിട്ടല്ല കഅബാലയത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ പുനർനിർമ്മാണം നിർവഹിച്ചത്, മറിച്ച് തന്റെ പൊന്നോമന പുത്രനെ നെഞ്ചോട് ചേർത്തി നിർത്തിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ആ മഹത്തായ നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഈ ഘട്ടത്തിൽ അവരെ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്, അതിനാൽ ഞങ്ങളിൽ നീ പുണ്യകർമ്മത്തെ സ്വീകരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ. നമ്മുടെ മക്കളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക മുന്നേറ്റങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ പോലെ നമുക്കും സാധ്യമാവണമെന്നാണ് ഇബ്രാഹിമീ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 2 ദിവസങ്ങൾ കൂടി അല്ലെങ്കിൽ 3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ തുറക്കുകയാണ്. വേനൽ അവധി കഴിഞ്ഞ് അക്ഷരത്തിന്റെയും അറിവിന്റെയും വിസ്മയ ലോകത്തേക്ക് അവർ പ്രവേശിക്കുകയാണ്. നമ്മുടെ മക്കൾ കേവലം സാങ്കേതികമോ അതല്ലെങ്കിൽ അക്ഷരാഭ്യാസമോ മാത്രം നേടിയാൽ പോരാ. നമ്മുടെ മക്കൾ കേവല അക്ഷരാഭ്യാസമോ സാങ്കേതിക മികവോ മാത്രം നേടിയാൽ പോരാ. മൂല്യബോധമുള്ളവരായിട്ട് അവർ മാറണം. വാല്യൂസിനെ കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് അവർ മാറണം എന്നുള്ളവരാണ്. സംസ്കാരമുള്ളവരായിട്ട് നമ്മുടെ മക്കൾ മാറണം. ഏറ്റവും നല്ല സംസ്കാരം മക്കൾക്ക് പകർന്നു നൽകുന്നതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു സമ്മാനവും ഒരു രക്ഷിതാവും ഒരു മകനും നൽകിയിട്ടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നല്ല സംസ്കാരമുള്ളവരായി, നല്ല മര്യാദയുള്ളവരായി, നല്ല വാല്യൂസുകൾ കാത്തു സൂക്ഷിക്കുന്നവരായി നമ്മുടെ മക്കളെ വളർത്തുക എന്നുള്ളതാണ്. അവരെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി, മുതിർന്നവരെ ബഹുമാനിക്കുന്നവരായി, ഗുരുനാഥന്മാരെ ആദരിക്കുന്നവരായി, സൽ സ്വഭാവമുള്ളവരായിട്ട് വളരണം. ധാർമ്മികതയും സംസ്കാരവുമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കലാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഉദാത്തമായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അധ്യാപകരും രക്ഷകർത്താക്കളും സമൂഹവും ഒന്നായി പ്രവർത്തിക്കുമ്പോൾ ചില പൈശാചിക ശക്തികളെ നാം തിരിച്ചറിയാതെ പോകരുത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മദ്യവും രാസലഹരി അടക്കമുള്ള മയക്കുമരുന്നുകളും ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം നിഗൂഢമായ മാർഗങ്ങളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളിലേക്കും കൗമാരക്കാരിലേക്കും അടക്കം രാസലഹരി എത്തിച്ചുകൊണ്ട് അവരെ പിഴപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുകയാണ്. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മുടെ കൗമാര യൗവനത്തെ പൂർണ്ണമായും വിമോചിപ്പിക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാവണം. സഹോദരങ്ങളെ, ലഹരിക്കെതിരെ യുവജന സംഘടനകളുടെയും കഴിഞ്ഞ ഗവൺമെന്റിന്റെയും നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായി. പക്ഷേ ലഹരിക്കെതിരുള്ള പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും അവസാനിപ്പിക്കേണ്ടതല്ല. ലഹരിക്കെതിരുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി തുടരേണ്ടതാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാവാം നമ്മുടെ പുതിയ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് മയക്കുമരുന്നിന്റെ വേരറുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും വ്യത്യസ്ത കക്ഷി രാഷ്ട്രീയ താല്പര്യമുള്ളവരാണ്. എല്ലാവരും ഒരേ രാഷ്ട്രീയ പാർട്ടിയോടോ ഒരേ മുന്നണിയോടോ ആഭിമുഖ്യമുള്ളവരല്ല. പക്ഷെ അതോടൊപ്പം തന്നെ ലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിദ്യാർത്ഥി യുവജനങ്ങളെ വിമോചിപ്പിക്കാനുള്ള ഓപ്പറേഷനെ പ്രാർത്ഥനാപൂർവം നമ്മളെ പിന്തുണക്കുകയാണ്. ലഹരിമുക്തമായ സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള സുപ്രധാന കാൽവെപ്പാക്കി ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാനിനെ അല്ലാഹു മാറ്റുമാറാവട്ടെ. ഈ പദ്ധതിയെ പൂർണ്ണ വിജയത്തിലെത്തിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൽ നമ്മുടെ വിശ്വാസം കരുത്തുറ്റതാകണമെന്ന് പ്രഖ്യാപിക്കുന്ന മഹത്തായ ആഘോഷമാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ചരിത്രം മാത്രമല്ല ബലിപെരുന്നാൾ പറയുന്നത്. ലോകത്തുള്ള മഹിളകൾക്ക് മാതൃകയായി ഹാജറ ബീവിയുടെ ഹാഗറിന്റെ ചരിത്രം കൂടി ബലിപെരുന്നാൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവകൽപ്പന പ്രകാരം ആരാരുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഭർത്താവ് തന്നെയും തന്റെ കൈക്കുഞ്ഞിനെയും എത്തിച്ചു തിരിച്ചു പോകുന്ന ഭർത്താവിനോട് ഹാജറ ബീവി ഹാഗർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവാണോ ഇപ്രകാരം ചെയ്യാൻ താങ്കളോട് കൽപ്പിച്ചത്? അതേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറയുമ്പോ ഹാജറ ബീവി പറയാണ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ പെരുവഴിയിലാക്കുകയില്ല. സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ കാവൽ ഭടന്മാരായിട്ട് മാറാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. നാം രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ കാവൽക്കാരായിട്ട് മാറണം എന്നുള്ളതാണ്. ഇന്ത്യയുടെ സൗന്ദര്യം നമ്മുടെ ബഹുസ്വരതയാണ്, നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയാണ്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥിതിയുടെ നട്ടെല്ലെന്ന് പറയുന്നത്
നമ്മുടെ വൈവിധ്യങ്ങളാണ് സഹോദരങ്ങളെ. വ്യത്യസ്ത മതങ്ങൾ, ജാതികൾ, ആചാരങ്ങൾ, ഭാഷകൾ, ഭക്ഷണ രീതികൾ, വസ്ത്രധാരണാ രീതികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഇന്ത്യയായിട്ട് മാറുന്നത്. ബഹുസ്വരതയാണ് സഹോദരങ്ങളെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയെ മനോഹരമാക്കിയതെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഏൽ ബാഷാം എന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ ഇന്ത്യയെ സംബന്ധിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് അദ്ദേഹം തലവാലകമിട്ടത് തന്നെ, ഹെഡിങ് കൊടുത്തത് തന്നെ The wonder that was India. അത്ഭുതം അതായിരുന്നു ഇന്ത്യ എന്നായിരുന്നു. സഹോദരങ്ങളെ, വൈവിധ്യങ്ങൾ കൊണ്ടും വൈജാത്യങ്ങൾ കൊണ്ടുമാണ് നമ്മുടെ നാട് ലോക സമൂഹങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ ജനസമൂഹങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകാൻ സാധ്യമാവണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദര സമുദായങ്ങളുടെ വികാരങ്ങളെ നോവിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഒരാളുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയാണ് എപ്പോഴും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ്. സഹോദര സമുദായങ്ങൾ ഏറെ ആദരിക്കുന്ന ഒരു ചിത്രത്തിന് മുമ്പിൽ മാംസാഹാരം വെച്ച് അനാവശ്യ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം ഇതിൽപ്പെട്ടതാണ്. കഴിഞ്ഞ വിഷുദിനത്തിലാണ് അത് സംഭവിച്ചത്. മതസ്പർദ്ധയിലേക്ക് നയിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു തമാശക്ക് പോലും ചെയ്തുകൂടാ എന്നുള്ളതാണ്. അതാണ് അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ പുറമെ അവരാദരിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. അല്ലാഹുവിനെ പുറമെ അവരാരാധിക്കുന്നവയെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. ഇത് ഖുർആനിന്റെ ആഹ്വാനമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരസ്പര ആദരവുകളോടെ മുന്നോട്ട് പോകാനാണ് നമുക്ക് സാധ്യമാവേണ്ടത്. സമുദായ നേതാക്കളുടെ കോലം കത്തിക്കുന്ന രീതികൾ, ആടിനറുത്തുകൊണ്ട് അതിന്റെ തല കൊണ്ടുള്ള വിജയാഹ്ലാദങ്ങൾ, ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. മതങ്ങൾക്കിടയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും സമുദായ സംഘടനകൾക്കിടയിലുമെല്ലാം വേണ്ടത് വിയോജിപ്പുകളെ അങ്ങേയറ്റം ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള മനസ്സാണ്. ആ മനസ്സ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നിലനിർത്തി തരുമാറാവട്ടെ. അതോടൊപ്പം തന്നെ അനീതിയെ മാന്യമായ ഭാഷയിൽ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധ്യമാവണം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം അതുകൂടിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വിശുദ്ധ ഖുർആൻ പറയാണ്, അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി. ഇബ്രാഹീമിനോട് നാഥന്റെ കാര്യത്തിൽ, റബ്ബിന്റെ കാര്യത്തിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ തർക്കിച്ചവനെ നീ കണ്ടില്ലേ? അന്നാതാഹുല്ലാഹുൽ മുൽക്ക്. അധികാരം നൽകി എന്ന കാരണത്താൽ താനാണ് ദൈവം എന്ന് വാദിച്ച നമ്രൂദിന്റെ ചരിത്രമാണ് പറയുന്നത്. ഇബ്രാഹീമിനോടാണ് തർക്കിച്ചത് നമ്രൂദ്. ദിവ്യത്വം വാദിച്ചുകൊണ്ടാണ്, രാഷ്ട്രീയ ദിവ്യത്വം വാദിച്ചുകൊണ്ടായിരുന്നു നമ്രൂദിന്റെ തർക്കം എന്ന് പറയുന്നത്. എന്താ നമ്രൂദ് പറഞ്ഞത്? ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹീ വയുമീത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ നാഥൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. ആരാണ് നിന്റെ പടച്ചോൻ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോഴാണ് നമ്രൂദ് പറഞ്ഞത്, ഖാല അന ഉഹീ വയുമീത്. ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും ഇബ്രാഹിം, എനിക്കും അതിന് കഴിയും. അങ്ങനെ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുകയും കൊടും കുറ്റവാളിയായ ഒരു മനുഷ്യനെ വെറുതെ വിടുകയും ചെയ്ത് പറഞ്ഞു, നീ കണ്ടില്ലേ, എനിക്കാണതിന് സാധിക്കുക. ഈ ഇറാഖിൽ ആര് ജീവിക്കണം, ആര് മരിക്കണം എന്ന് തീരുമാനിക്കുന്ന എന്റെ നിയമമാണ്. ഇങ്ങനെ ക്രൂരമായ അനീതിയിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇറാഖി ജനതയെ, മെസപ്പൊട്ടോമിയൻ ജനതയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയോട് നീതിയുടെ ശബ്ദം മുഴക്കിക്കൊണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് ചെറുപ്പക്കാരനായ ഇബ്രാഹിമിന്റെ സവിശേഷതയായിട്ട് ഖുർആൻ പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, നീ പടച്ചോനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സൂര്യന്റെ ഉദയാസ്തമനങ്ങളിൽ മാറ്റം വരുത്താൻ നിനക്ക് സാധിക്കണം. സാധിക്കുമോ നിനക്ക്? സൂര്യന്റെ ഉദയാസ്തമന സ്ഥാനങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയോ? നമ്രൂദ് ഉത്തരം മുട്ടിപ്പോയി. നിഷേധി നമ്രൂദ് ഉത്തരം മുട്ടിപ്പോയി എന്നാണ് ഖുർആൻ പറയുന്നത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ ആളുകൾ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. ഖുർആൻ പറയുകയാണ് സഹോദരങ്ങളെ, ഇബ്രാഹിമിനെ മനസ്സിലാക്കാൻ നമ്രൂദിനായില്ല എന്നുള്ളതാണ്. ഇബ്രാഹിം മുന്നോട്ട് വെക്കുന്ന മൂല്യവിചാരങ്ങളെ ഉൾക്കൊള്ളാൻ നമ്രൂദ് എന്ന് പറയുന്ന ഏകാധിപതിക്ക് സാധ്യമായില്ല. ഇബ്രാഹിമിനെ ചെറുപ്പക്കാരനായിട്ട് അവഗണിച്ചു എന്നുള്ളതാണ്. അതൊരു ചെറുപ്പക്കാരൻ, പക്വതയില്ലാത്തൊരു ചെറുപ്പക്കാരൻ പറയുന്ന അനാവശ്യമായ വർത്തമാനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ നീതിയുടെ ന്യായത്തിന്റെ സ്വരങ്ങളെ അവഗണിച്ചു കളഞ്ഞു നമ്രൂദും കൂട്ടാളികളും അവർ പറഞ്ഞു, ഇബ്രാഹിം
ചെറുപ്പക്കാരൻ പറയുന്ന വാക്കുകളാണിതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവഗണിച്ചു. പക്ഷെ ഇബ്രാഹിം ഒരു സംഭവമായിരുന്നു, ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു എന്ന് ഖുർആൻ പറയാണ്. സഹോദരങ്ങളെ, യുവാക്കളാണെങ്കിലും അവരുടെ ന്യായമായിട്ടുള്ള വർത്തമാനങ്ങളെ ശ്രമിക്കുവാൻ, നീതിക്ക് വേണ്ടിയും ശരിക്ക് വേണ്ടിയും അവർ ഉയർത്തുന്ന ശബ്ദങ്ങളെ, മുഴക്കങ്ങളെ കേൾക്കുവാൻ തീർച്ചയായിട്ടും സമൂഹത്തിലെ എല്ലാവർക്കും സാധ്യമാവണം. യുവാക്കൾക്ക് വിശേഷിച്ച് ജൻസി തലമുറയ്ക്ക് ഏറെ സ്വാധീനമുള്ള സാമൂഹിക ഘടനയായി പുതിയ കാലം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പുതിയ കാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും എന്നുള്ളതാണ്. പക്ഷേ ആ യുവാക്കളെ മനസ്സിലാക്കാൻ മുതിർന്നവരായി നമുക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. യുവാക്കളെ പാറ്റകളോട് ഉപമിക്കപ്പെട്ടതിന് പിറകെ രാജ്യത്ത് വലിയൊരു സാങ്കല്പിക രാഷ്ട്രീയ മുന്നേറ്റം രൂപപ്പെട്ട വാർത്താ പശ്ചാത്തലം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. യുവാക്കൾ ഇങ്ങനെ ഒരു അധിക്ഷേപം കേട്ടതിന് പിറകെയായി രാജ്യത്ത് വലിയൊരു സാങ്കല്പിക രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ മാത്രം ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി രൂപപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. 4 ദിവസം കൊണ്ടാണ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഫോളോവേഴ്സിനെ ഈ രാഷ്ട്രീയ പാർട്ടി നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അവരുടെ ഫോളോവേഴ്സ് അല്ല, അവരെ ഫോളോ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടമല്ല മിമ്പറുകൾ എന്ന് നാം നല്ലതുപോലെ മനസ്സിലാക്കുന്നു. നമ്മൾ അവർ ആശീർവദിക്കുന്നില്ല, അനുഗ്രഹിക്കുന്നുമില്ല, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുമില്ല. പക്ഷേ ഈ വാർത്തകൾ നമുക്ക് ചില തിരിച്ചറിവുകൾ സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഈ വാർത്തകൾ നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. രാജ്യത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ നമ്മുടെ ചെറുപ്പം ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ അരാഷ്ട്രീയ യൗവനമല്ല. അവർ സാമൂഹ്യ വിഷയങ്ങളൊന്നും അറിയാത്ത കാണാത്ത ചെറുപ്പമാണ് നമ്മുടെ ചെറുപ്പം എന്ന് ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ചെറുപ്പമല്ല, സാമൂഹിക ബോധമില്ലാത്ത അരാഷ്ട്രീയ യൗവനമല്ല നമ്മുടെ ചെറുപ്പം എന്ന വലിയൊരു പാഠം ഇത് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അവര് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സാങ്കല്പിക പാർട്ടിയാണെങ്കിലും പുരോഗമനാത്മകമായ പല ആശയങ്ങളും പറഞ്ഞപ്പോ ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. വ്യവസ്ഥിതിയുടെ പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ വികാരങ്ങളുള്ള, പാർട്ടി ഭേദമില്ലാതെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംസ്കാരങ്ങൾക്കെതിരെ ശക്തമായ ബോധ്യങ്ങളുള്ള ഒരു യുവതലമുറ നമുക്ക് ചുറ്റും വളർന്നു വരുന്നു എന്ന് മനസ്സിലാക്കാൻ മുഖ്യധാരയ്ക്ക് സാധ്യമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ തലമുറ കൂടുതൽ ഇടപെടുന്നത് ഓൺലൈനിലായിരിക്കാം. പക്ഷേ അവർ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും മാത്രമല്ല ഈ വാർത്ത സന്ദേശം നൽകുന്നത്. ആത്മീയ മേഖലയിലുള്ളവർക്കും വ്യവസായ രംഗത്തുള്ള എല്ലാവർക്കും, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും, സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും, സമുദായത്തിന്റെ മേൽത്തട്ടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നേതൃത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുമെല്ലാം ഈ വാർത്ത സന്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ നാടിന്റെ ശക്തിയായ യുവാക്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അവരെ വില കുറച്ച് കാണരുത്. വ്യവസ്ഥിതിയുടെ പോരായ്മകളായിട്ട് പരിഹരിക്കണം എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. യുവാക്കൾ പ്രകടിപ്പിക്കുന്ന ശരിയായ ന്യായമായ ആശയങ്ങളെയും ചിന്തകളെയും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക മുന്നേറ്റങ്ങൾക്കും നന്നായി പ്രയോജനപ്പെടുത്തണം എന്നെല്ലാമുള്ള പാഠമാണ് തീർച്ചയായിട്ടും ഈ വാർത്ത നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പെരുന്നാൾ ആഘോഷങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാവണം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചക ഭവനത്തിലേക്ക് വന്നപ്പോ കുട്ടികൾ ഇങ്ങനെ പാട്ടും വലിയ ബഹളവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ പ്രവാചകന്റെ വീട്ടിലിരുന്ന് കൊച്ചു കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് നിരസപ്പെട്ടു, പ്രവാചകന്റെ വീട്ടിലാണോ നിങ്ങളുടെ പാട്ടും ബഹളവും? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ ക്ഷമിക്കുക, അവരെ വിട്ടേക്കുക. ഇന്നലി കുല്ലി ഖൗമിൻ ഈദാ വഹാദാ ഈദുനാ. എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടേതായ ആഘോഷങ്ങളുണ്ട്. ഇത് നമ്മുടെ ആഘോഷമാണ്, ഇത് നമ്മുടെ ആഘോഷകാലമാണ്, നമ്മുടെ ആഘോഷ ദിനമാണിത്. അവരെ കളിക്കട്ടെ, അവർ ഉല്ലസിക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ നിർവഹിക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇണങ്ങാൻ വേണ്ടി
ഈ മസ്ജിദിന്റെ അങ്കണത്തെ അല്ലെങ്കിൽ മസ്ജിദിന്റെ അന്തർഭാഗത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കിണങ്ങാൻ മിണ്ടിക്കൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ നമുക്ക് സാധ്യമാവണം. ലാ യഹില്ലു മുസ്ലിമൻ അയ്യഹുജുറ അഖാഹു ഫൗഖ തലാത്തി ലയാൽ. ഒരു മുസ്ലിമിനും തന്റെ സഹോദരനോട് 3 ദിവസത്തിനപ്പുറത്തേക്ക് പിണക്കം നീട്ടിക്കൊണ്ടുപോകാനുള്ള അനുവാദമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം തുടർന്നുള്ള അയ്യാമത്തെ ശരീഅത്തിന്റെ ദിനങ്ങളിലും നാം അതിഥികളും ആതിഥേയരുമായിട്ട് മാറണം. നോമ്പെടുക്കാൻ പാടില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം വൈഫ, അതിഥിയെ അയാൾ സൽക്കരിക്കട്ടെ, അതിഥിയെ ആദരിക്കട്ടെ. ഫൽയുക്രിം ജാന, അയൽവാസിയെ ആദരിക്കട്ടെ, മാനിക്കട്ടെ. ഫൽയസിൽ റഹ്മ, കുടുംബബന്ധം ചേർക്കട്ടെ. സഹോദരങ്ങളെ, കുടുംബബന്ധം ചേർക്കാൻ, അതിഥികളെയും അയൽക്കാരെയും സൽക്കരിക്കാനുള്ള കാലമാണ് ഈ പെരുന്നാളിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ദിനവും തുടർന്നുള്ള അയ്യാമത്തെ ശരീഅത്തിന്റെ ദിനങ്ങളും ഇത്തരം ബന്ധങ്ങളെല്ലാം ഊഷ്മളമാക്കാനുള്ള സന്ദർഭമാണ്. അതോടൊപ്പം തന്നെ ബലികർമ്മവും അതോടൊപ്പം നമ്മൾ നിർവഹിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ ഈ പുഞ്ചിരി, ഇപ്പോൾ നമ്മുടെ എല്ലാ മുഖങ്ങളിൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഈ പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരി എന്നെന്നും നിലനിൽക്കട്ടെ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കാ മണലാരണ്യത്തിലെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനെ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ നാടിന്റെ സാഹോദര്യവും നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷവും എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ ഇറാനും ഫലസ്തീനും അടക്കം സംഘർഷം നിലനിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും അല്ലാഹു പൂർണ്ണമായ ശാന്തിയും സമാധാനവും പൂർണ്ണമായ അന്ന് അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അല്ലാഹു ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും
അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൊഴിലിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതി യുവാക്കൾ, അല്ലാഹു തആല അവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു പ്രത്യേകമായിട്ട് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും, നമ്മുടെ ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും നമ്മുടെ എല്ലാവരുടെയും പിരടികളെ അല്ലാഹു പൂർണ്ണമായും വിമോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീനിലെയും ഇറാനിലെയും എന്ന് മാത്രമല്ല, ലോകത്തുടനീളം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും, സ്ത്രീകളെയും, കുഞ്ഞുങ്ങളെയും, രോഗികളെയും എല്ലാവരെയും അല്ലാഹു തആല പ്രത്യേകം സഹായിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവരെല്ലാം എല്ലാത്തരം ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിന്റെ സൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഐക്യവും അല്ലാഹു തആല എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാത്തരം വർഗീയ വിധ്വംസക ശക്തികളിൽ നിന്നും പൂർണ്ണമായും അല്ലാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ പരസ്പരം സഹോദര തുല്യം സ്നേഹിച്ച് മുന്നോട്ട് പോവാൻ, ഒരേക മനസ്സോടുകൂടി പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും മുന്നോട്ട് പോവാൻ, പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ടും ആശംസകൾ പറഞ്ഞുകൊണ്ടും മുന്നോട്ട് പോവാൻ നാഥൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ജോലികളിൽ സമൃദ്ധിയും നന്മയും പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, അല്ലാഹ് ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ വിളിക്കാൻ നിനക്ക് കോടാനുകോടി ദാസന്മാരുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അല്ലാഹുവേ നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ മനസ്സിലുള്ള സദുദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് തരയണമേ റബ്ബേ. അല്ലാഹുവേ, നിനക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പടച്ചവരെ, മറ്റുള്ളവരോട് പങ്കുവച്ചിട്ടുള്ളതും നിനക്ക് മാത്രം അറിയാവുന്നതുമായ മുഴുവൻ സദുദ്ദേശങ്ങളെയും പടച്ചവരെ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരയണമേ നാഥ. പടച്ചവനെ, ഈ പുണ്യരാവിൽ പടച്ചവരെ ഞങ്ങൾ നിന്നോട് നടത്തുന്ന പ്രാർത്ഥനകൾ, ദുആകൾക്ക് പടച്ചവനെ പൂർണ്ണമായ ഇജാബത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه صحابه وصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار، إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. عيد مبارك وكل عام وأنتم بخير.